പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുട്ടനാട്ടിലെ വളരെ കാലങ്ങളായി പ്രചാരത്തിലിരിക്കുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു പറ്റം ആളുകളാണിത്. ഏതാണെങ്കിലും അവരെ എല്ലാ ദിവസവും ഒരു പ്രത്യേക രീതിയിൽ മീൻ പിടിക്കുന്നത് ഞാൻ കാണാറുണ്ട്. കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. ഏതായാലും അവർ വള്ളത്തിൽ രാവിലെ പല സ്ഥലങ്ങളിലും മീൻ പിടിച്ചതിന് ശേഷം പുതിയൊരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നിരിക്കുക. ഏതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ആളിനോട് ഈ മൈക്കൊന്ന് കുത്തിക്കണം. ഓക്കെ, ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? എൻ്റെ പേര് മധു. മധു. ഇതെന്താ ഈ പരിപാടി, ഈ മീൻ പിടിക്കുന്ന രീതിയുടെ പേരെന്നാ? ഇത് വെള്ളവലി എന്ന് പറയും. വെള്ളവലി. ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ ഇത് നമുക്ക് വെള്ളവലി എന്ന് പറഞ്ഞ തെങ്ങിന്റെ മണ്ട കുരുത്തോല വെട്ടി കയറെ കോർത്തിട്ട് രണ്ടുപേര് അക്കരെ ഇക്കരെ നിന്ന് വലിക്കും. എന്നപ്പം ഇത് മീൻ ഇത് കണ്ടോണ്ട് കിളിക്കകത്ത് കൂടും. കിളിക്കകത്ത് കഴിയുമ്പോൾ നുരു വരുമ്പം ഞാൻ വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങി അവിടെ ചെന്ന് തപ്പി കൈകൊണ്ട് മീനെ പിടിക്കും. ഇത് നമ്മൾ ഈ കുരുത്തോല എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിന്റെ കുരുത്തോല, തെങ്ങിന്റെ മണ്ട. ഈ കയർ നമുക്ക് ഏകദേശം എന്തും വേണ്ടി നീളം കാണും? ഇത് ഒരു 50 മീറ്ററോളം കാണും. 50 മീറ്റർ നീളമുണ്ട്. അപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കും. നിൽക്കും. ആ ശരി. ഇപ്പോഴും നിങ്ങൾ 3 പേരുണ്ട്. നിങ്ങള് ഇതിപ്പം എത്ര കാലങ്ങളായിട്ട് ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഈ മീൻപിടുത്തം ഈ രീതിയിൽ? 30 വർഷത്തിന് മേളിലായി ഞങ്ങൾ അതിന് പണിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങള് ഈ രീതിയിൽ മീൻ പിടിക്കുമ്പോഴത്തേക്ക് സാധാരണയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മീനുകൾ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും? കൂടുതലും കരിമീനെ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു മീനും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ വല്ലപ്പോഴും കുറച്ച് ചെമ്പല്ലി, വരാല് അങ്ങനെയുള്ള മീനൊക്കെ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഇതിപ്പം മീൻ പിടിക്കുന്നത് കുട്ടനാട്ടിലാണ്? കുട്ടനാട്ടിൽ എടത്തുവയിലാണ്. നിങ്ങൾ മീൻ പിടിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. അത് ശരി. കോട്ടയം, കുമരകം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ 3 പേരാണ് ഒരു വള്ളത്തിൽ പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴാണ് സാധാരണ മീൻ പിടിക്കാനായിട്ട് പറ്റുന്ന നല്ല സമയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഏത് സമയമായിരിക്കും? രാവിലെ അങ്ങനെ ഏത് സമയം അങ്ങനെ വല്ലതും? ഒരു രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങും. പിന്നെ ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ പരിപാടി നിർത്തും. ഓ അത് ശരി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇന്ന് നിങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ അപ്പുറം ഒരു സ്ഥലത്ത് പോയിട്ട് വലിച്ചിട്ട് വന്നു. ഓ ശരി. ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇടാനായിട്ടുള്ള പരിപാടിയിലാണ്? ഇവിടെ നോക്കാവുന്നതുണ്ടാവും, നടക്കത്തില്ല, ഒഴുക്ക് കുഴിക്കും. ഓക്കെ ഓക്കെ. കാരണം അപ്പുറത്തോട്ട് മാറ്റി അവിടെ ആ ഒരു തോട്ടി. ശരി, അങ്ങോട്ട് മാറ്റി ഇടാനുള്ള പരിപാടിയില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് നിങ്ങൾ ഇടുന്ന ഒന്ന് കാണാനായിട്ടാണ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇടുന്നിടത്തോട്ട് ഞങ്ങൾ വന്നോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കള് മീൻ പിടിക്കാനായിട്ടുള്ള ലൊക്കേഷനൊക്കെ ഏകദേശം കണ്ടിട്ട് അവരങ്ങോട്ട് നീങ്ങുകയാണ്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ നീങ്ങുന്നുണ്ട്. അവരിവിടെ നിന്ന് ആരംഭിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വളരെ വേഗത്തിലാണ് ആ ചെറിയ വള്ളത്തിൽ 3 പേര് മീൻ പിടിക്കാൻ വേണ്ടി നീങ്ങുന്നത്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് വെള്ളത്തിലേക്ക് ഇറങ്ങി അവര് മീൻപിടുത്തത്തിന്റെ പ്രവൃത്തികളിലേക്ക് അവർ നീങ്ങുകയാണ്. ഒരാള് തോടിന്റെ അങ്ങേക്കരയിൽ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേയാള് ആ വെള്ള എന്ന് പറയുന്ന സാധനം തോട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് അതിന്റെ മറുതലയ്ക്കല് അത് പിടിച്ചുകൊണ്ട് നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട ചേട്ടനെ നടത്തുന്നത്. ഏതാണേലും 3 പേരടങ്ങുന്ന സംഘമാണ്. ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരുടെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാമോ? നമ്മളെ ഈ വള്ളത്തിന്റെ പുറകിൽ ഇപ്പം തന്നെ വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്ന ചേട്ടൻ ശശി ചേട്ടനാണ്. ചേട്ടൻ എത്ര വർഷമായിട്ട്? 10-35. എല്ലാവരും 3 പതിറ്റാണ്ടിലേറെ ആയിട്ട്. ചേട്ടന്റെ പേര്? ഉത്തമൻ ചേട്ടനാണ് അങ്ങേയറ്റത്ത് തന്റെ തോടിന്റെ മറുകരയിൽ അതിന്റെ അറ്റം പിടിച്ചുകൊണ്ട് വരുന്നത്. വള്ളത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മധുച്ചേട്ടൻ. ഏതാണെങ്കിലും അവരുടെ പരിപാടി മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവരേർപ്പെട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. മത്സ്യങ്ങളെ പിടിക്കാനായിട്ട് 100 കണക്കിന് രീതികളാണ്. കുട്ടനാട്ടിലെ പരമ്പരാഗത രീതിയിൽ മത്സ്യം പിടിക്കുന്ന ഒരു ക്രമമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഏതാണെങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സംഘത്തിൽപ്പെട്ട എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി. ഏതാണെങ്കിലും അവരവരുടെ ജോലിയിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നേറുന്നതാണ്. 2 പേര് 2 സൈഡിലൂടെയും ഈ വെള്ള എന്ന് പറയുന്ന അവരുടെ കയ്യിലിരുന്ന കുരുത്തോല, കയറിൽ കെട്ടിയ ആ വസ്തു വലിച്ചുകൊണ്ട് നീങ്ങുകയാണ്. ഇതിന്റെ നടുവില്
കൊച്ചു വെള്ളത്തില് മീനുകളെ പ്രതീക്ഷിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന മീനുകളുടെ അനക്കം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചെറിയൊരു വള്ളത്തിലാണ് നടുക്കൂടെ മധുച്ചേട്ടൻ നീങ്ങുന്നത്. ഈ തോടുകളിലൊക്കെ കിടക്കുന്ന ഓലയും മറ്റുമൊക്കെ ഇത് വലിക്കുമ്പോൾ തടസ്സമാകാറുണ്ട്. അതൊക്കെ വലിച്ചു മാറ്റിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അവരവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3 പേരും ശത്രുവിൻ്റെ നീക്കങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പട്ടാളക്കാരനെ പോലെ അതിർത്തിയിൽ അവര് വെള്ളത്തിൽ മീനുകളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളെ ഈ മീൻ പിടിക്കുമ്പോൾ എങ്ങനെ മീൻ ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാ? ആഹാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല, ചേട്ടൻ പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. ഇവരിങ്ങനെ 2 സൈഡിലൂടെ ഇങ്ങനെ വലിക്കുമ്പോൾ മീനുകളെ, ഇതിന്റെ നടുക്ക് നിൽക്കുന്ന മീനുകൾ കൃത്യമായിട്ട് അത് വെള്ളത്തിന് അടിയിലേക്ക് അതിന്റെ തല താക്കും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കുമളകൾ അല്ലെങ്കിൽ നുരികൾ വരും. ആ നുരികൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഉടനെ മുങ്ങുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ അത് വളരെയധികം ജാഗ്രത വേണ്ട കാര്യം. വളരെ ശ്രദ്ധിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ 3 ആളുകളും ഒരേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു നിന്നുകൊണ്ടുള്ള ഒരു മത്സ്യബന്ധന രീതിയാണ് ഈ വെള്ളവലി എന്ന് പറയുന്നത്. നിങ്ങളെ മീൻ പിടിക്കാൻ വേണ്ടി നമ്മളെ ഈ കുട്ടനാട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? ഓക്കെ. സുഹൃത്തുക്കളെ, ഇവര് ദൂര സ്ഥലങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ കോട്ടയത്തെ കുമരകം അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി നമ്മുടെ നാടിനെ അപേക്ഷിച്ച് മീനുകൾ കൂടുതൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം അവിടെയാണോ? അവിടെയാണ്. ഓ ശരി, ഓക്കെ. ഏതാണെങ്കിലും വളരെ ആകാംക്ഷയോടുകൂടി മീനുകളുടെ നുരി അല്ലെങ്കിൽ മീനുകളെ തല താഴ്ത്തുമ്പോൾ കാണുന്ന നുരി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തുകയാണ്. 2 പേർ തോടിന്റെ 2 കരകളിലൂടെയും 2 സൈഡുകളിലൂടെയും, ഒരാള് വള്ളത്തില് ഇതിന്റെ ഏകദേശം നടുഭാഗത്തു കൂടെയും ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയും. ഈ തോട്ടിൽ ഒത്തിരിയധികം തടസ്സങ്ങൾ അവർ ഈ വെള്ളം വലിക്കുമ്പോൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇവിടെ നിറയെ ഓലകളും അതുപോലെയൊക്കെയുള്ള സാധനങ്ങളും ഒക്കെ ഈ തോട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവർ വലിക്കുന്ന ആ അതിൽ ചെന്ന് ഉടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. ഏതാണേലും അവർ വള്ളത്തിൽ നമ്മൾ കണ്ടപ്പോൾ വള്ളത്തിൽ കുറേ മീനുണ്ട്. അവർ വേറെ സ്ഥലങ്ങളിലൊക്കെ ഇട്ടിട്ട് വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ആവേശത്തോടുകൂടി അവർ നീങ്ങുകയാണ്. വെള്ളവലി എന്ന് പറയുന്ന മത്സ്യബന്ധന രീതിയാണ്. ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് നാട്ടിലൊക്കെ ഉള്ളതാണ്. എനിക്കൊന്ന് ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറവാണ്. ഇവരൊക്കെ പഴയ ആ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അവർ ഇപ്പോഴും ആ ജോലി തന്നെ ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ കൂടിയാണ്. ഏതാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേര് ഒരേ ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന ഒരു മത്സ്യബന്ധന രീതിയാണ്. മൂന്ന് പേർ ഉപജീവനത്തിനായി അവര്
ചെയ്യുന്ന വലിയൊരു പ്രവർത്തനമാണ്. 3 പേരുടെയും കുടുംബങ്ങൾ കഴിയേണ്ട ഒരു പ്രവൃത്തിയാണ്. ഏതാണേലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവർ വെള്ളത്തിലിറങ്ങി വെള്ളം വലിച്ചുകൊണ്ട് നീങ്ങുന്നത്. നമുക്ക് കാണാൻ പറ്റും. വളരെ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു തൊഴിലാണ്. പാരമ്പര്യമായി ചെയ്യുന്നത് കൊണ്ട്, അവർ ഒത്തിരി വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ കാര്യം വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ വള്ളമാണ്, ആ വള്ളത്തിലാണ് വളരെ ജാഗ്രതയോടുകൂടി അവർ ഈ കാര്യങ്ങൾ നോക്കി പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് കരയ്ക്ക് നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, തോട്ടിൽ മുഴുവൻ വാഴയുടെ പിണ്ടിയും അതുപോലെ തന്നെ ഓലയും ഒക്കെ നിറഞ്ഞു കിടക്കുക. ഇതിനിടയിലാണ് അവർ വളരെ സാഹസികമായിട്ട് തന്നെയാണ് ഈ രീതി ഇത് മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി തടസ്സങ്ങളുമുണ്ട്. ഇപ്പൊ ഈ സമയം എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് മീന് കുറവുള്ള സമയമാണോ? ആ, ഓ ശരി, ഓഹോ, ഓക്കെ ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് അവരിന്ന് മീൻ പിടിക്കുമ്പോഴത്തേക്ക് അവർക്ക് കുറവ് കാണുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇന്നലെയാണ് നമ്മുടെ തണ്ണീർമുക്കം ഷട്ടർ തുറന്നതുകൊണ്ട് വെള്ളം ഏറ്റമായി, മീനുകൾ ഒരിടത്തും തങ്ങി നിൽക്കത്തില്ല, മീനുകൾ പായുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് മീനുകൾ വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു കാരണത്താലാണ് മീനുകൾ ഒരു സ്ഥലത്തും തങ്ങി നിൽക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ അവരുടെ നീക്കത്തിൽ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു മീനുകളുടെ ഒരു ലഭ്യത ഉണ്ടാകാത്തത്. ഏതാണെങ്കിലും നമ്മളിത് പറയുമ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ അവർ നീങ്ങുകയാണ്. 3 ആളുകൾ അവരുടെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയുള്ള കഠിനമായ അധ്വാനത്തിന്റെ ഭാഗമാണ് ഈ വെള്ളവലി എന്ന് പറയുന്നത്. അവർ 3 പതിറ്റാണ്ടിലേറെയായി ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. ഏതാണെങ്കിലും നമ്മളിത് പറയുമ്പോൾ മീനുകളെ പ്രതീക്ഷിച്ച് തന്നെ ഈ ഒരു ഇത് മീൻ പിടിക്കൽ രീതി ജനങ്ങളൊന്ന് കാണണം, അതൊന്ന് അറിയണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ കുറേ സമയമായിട്ട്, നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, അവരോടൊപ്പം ഞാനും ഈ പറയുന്ന അവര് വെള്ളവലിക്കുന്ന തോടിന്റെ കരയിലൂടെ ഞാനും സഞ്ചരിക്കുന്നത്. നമുക്ക് തന്നെ കാണാം, വളരെയധികം തടസ്സങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഈ മീൻ വെള്ളവലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അവർ നേരിട്ടുകൊണ്ടാണ് അവർ നീങ്ങുന്നത്. അവർ മുന്നോട്ട് നീങ്ങുകയാണ്. ഏതാണ്ട് 50 മീറ്റർ നീളമുള്ള കയറിലാണ് ഈ പറയുന്ന കുരുത്തോലയൊക്കെ കെട്ടിയ വെള്ള, അതാണ് അവർ വലിക്കുന്നത്. 2 സൈഡിലും 2 ആളുകൾ നിന്നുകൊണ്ട്, തോടിന്റെ 2 സൈഡിലും ആളുകൾ നിന്നുകൊണ്ട് അവർ വലിക്കുകയാണ്. തൊട്ട് നടുക്കൂടെ വള്ളത്തിൽ മീനുകളെ പിടിക്കാനായി തയ്യാറായി നിൽക്കുന്ന ചേട്ടൻ ഉൾപ്പെടെ റെഡിയായി നിൽക്കുകയാണ്. വെള്ളത്തിനടിയിൽ നിന്ന് എപ്പോഴൊരു കുമിള കാണുന്നു, ആ നിമിഷത്തിൽ അവിടേക്ക് ചാടി കൈകൊണ്ട് മീൻ പിടിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കാണുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൈകൊണ്ടാണ് മീൻ പിടിക്കുന്നത്. അതിന് മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അതിനെ കൃത്യമായിട്ട് ഉടക്കി വെക്കാനായിട്ട് വലയില്ല, അല്ലെങ്കിൽ കൊളുത്താൻ ചൂണ്ടയില്ല, കുത്തിയെടുക്കാൻ മുപ്പല്ലി പോലെയുള്ള ആയുധങ്ങളില്ല. അവർ തികച്ചും അവരുടെ കൃത്യമായിട്ടുള്ള വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, കൈകൊണ്ട് ഈ 2 സൈഡിലൂടെയും വലിച്ചുകൊണ്ട് പോകുന്ന ആ വെള്ള, അതിങ്ങനെ 2 സൈഡിലൂടെയുള്ള ആളുകൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നടുക്ക് നിൽക്കുന്ന, വള്ളത്തിൽ നിൽക്കുന്ന ആള് വെള്ളത്തിൽ മുങ്ങി അത് മീൻ നിൽക്കുന്ന സ്ഥലത്ത് കൃത്യമായി എത്തിയിട്ട് കൈകൊണ്ട് തന്നെയാണ് ഇത് പൊക്കിയെടുക്കുന്നത്. അത് വളരെയധികം വൈദഗ്ധ്യം ആവശ്യമുള്ളതാണ്. മറ്റുള്ള ഏത് രീതിയിലും മീനുകളെ പിടിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൊളുത്തുകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവത്തിൽ കൊളുത്തി, അല്ലെങ്കിൽ വലയ്ക്കുള്ളിലേക്ക് കയറ്റി, അങ്ങനെയാണ് പിന്നെ സുരക്ഷിതമായി പിടിക്കുക. ഇത് പിടിച്ച് വള്ളത്തിൽ എത്തിക്കുന്നത് വരെയും അവരുടെ കൈകൾ മാത്രമാണ് അവരിതിന് ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. കൈകൾ മാത്രം ആയുധമായിട്ട് ഉപയോഗിച്ച് മീനുകളെ പിടിക്കുന്ന ഒരു പരമ്പരാഗത രീതിയാണ് വെള്ളവലി എന്ന് പറയുന്നത്. ഏതായാലും അവര് വെള്ളവലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഏതാണെങ്കിലും അവിടെ എന്തോ ഒന്നൊരു വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാണേലും ചേട്ടന് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ ചേട്ടൻ ഏതായാലും മുങ്ങിയിട്ടുണ്ട്. പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഇത്രയും സമയം അവരിത് വലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ചേട്ടാ, അടിച്ചോ? യെസ്.
ഏതായാലും ഒരു കരിമീൻ തന്നെ അവർക്ക് ലഭിച്ചു. ഏതാണേലും എനിക്ക് തോന്നുന്നു ഒത്തിരി സമയമായിട്ട് അവരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷ മുഴുവൻ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന നൊരിയാണ്. ഏതാണേലും പ്രിയപ്പെട്ട മധുചേട്ടനും, ചേട്ടന്റെ പേരൊന്നുകൂടെ പറഞ്ഞേക്കണം, ശശി ചേട്ടനും ഉത്തമൻ ചേട്ടനും, നിങ്ങൾക്ക് 3 പേർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും. രാവിലെ മുതൽ നിങ്ങളെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇടയ്ക്ക് ഞാൻ ആവശ്യമായിട്ട് നിങ്ങളെ കണ്ടിട്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജനങ്ങളൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കാണി എടുക്കുകയായിരുന്നു. ഏതാണ് നിങ്ങളെല്ലാവരും ഇതുവരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സഹകരിച്ചു. എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമുക്ക് ഇനിയും മീൻ പിടിക്കുന്ന മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. ഓക്കെ, നാടിൻ്റെ നന്മയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.